ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയ്ക്കായുള്ള ഇന്നത്തെ തിരച്ചിൽ നിർത്തിവെച്ചു. കൊച്ചിയിൽ നിന്നുള്ള നാവികസേന ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെത്തി. 5 അംഗ മുങ്ങൽ വിദഗ്ധരാണ് എത്തിയത്. 2 ഓഫീസർമാരും സംഘത്തിലുണ്ട്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ആമയിഴഞ്ചാൻ തോട്ടിലെ ജോയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. നാവികസേന ഉദ്യോഗസ്ഥർ തലസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. തുടർ രക്ഷാ ദൗത്യം ഏതു രീതിയിലായിരിക്കും? പ്രജിത്ത്, കേൾക്കുന്നുണ്ടെങ്കിൽ നാവികസേന ഉദ്യോഗസ്ഥർ തലസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. തുടർ നടപടികൾ എപ്രകാരമായിരിക്കും? ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തത വേണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ നിന്ന് നിലവിൽ 5 മുങ്ങൽ വിദഗ്ധരും 2 ഓഫീസർമാരടങ്ങുന്ന സംഘമാണ് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. അവർ ഇപ്പോൾ ഇവിടെ VIP ലോഞ്ചിലുള്ള മീറ്റിംഗ് ഹാളിലാണുള്ളത്. ഇവിടെ ജില്ലാ കളക്ടറുമായും മേയറുമായും അതോടൊപ്പം തന്നെ റെയിൽവേ DRM അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇന്ന് തിരച്ചിൽ പുനരാരംഭിക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത കുറവാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. എന്തായാലും നാളെ ആയിരിക്കും തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള സാധ്യതയുള്ളത്. കാരണം ഇന്ന് വൈകുന്നേരത്തോടെ ഏതാണ്ട് 23 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ 32 മണിക്കൂറോളം നീണ്ട തിരച്ചിൽ അവർ അവസാനിപ്പിച്ചിരുന്നു. അതിനുശേഷം ഈ നേവി ഉദ്യോഗസ്ഥരെത്തി അവർ നടത്തുന്ന പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അകത്ത് മേയർ അടക്കമുള്ളവർ, ജില്ലാ കളക്ടർ അടക്കമുള്ളവർ നേവി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. ഈ യോഗത്തിന് ശേഷം ഇതിലാരെങ്കിലും മാധ്യമങ്ങളോട് എന്താണ് നിലവിലത്തെ സാഹചര്യം എന്നുള്ളതും ഈ തെരച്ചിലിന്റെ കാര്യത്തിലുമൊക്കെ ഒരു വ്യക്തത വരുത്തുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. രോഹിണി, എന്തായാലും യോഗ തീരുമാനങ്ങൾ ഇന്നത്തേക്ക് അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണോ കരുതേണ്ടത് പ്രജിത്ത്? കാരണം എല്ലാവരും ഏറെ ആകാംക്ഷയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യം എപ്രകാരമായിരിക്കും ഇനി തുടർ നീക്കങ്ങളിലേക്ക് നടത്തുക, അല്ലെങ്കിൽ ഒരു 2ാം ഘട്ട പ്രവർത്തനം ഏതു രീതിയിലായിരിക്കും എന്നുള്ളത് മാധ്യമ പ്രവർത്തകരോടെങ്കിലും പങ്കുവയ്ക്കാൻ തയ്യാറാകുമോ? അത് യോഗശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ രോഹിണി. കാരണം ഇപ്പോൾ യോഗത്തിന് ശേഷം മേയർ അടക്കമുള്ളവർ പുറത്തേക്ക് വരുന്നുണ്ട്. അവരുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. ശരി പ്രജിത്ത്. കൊച്ചിയിൽ നിന്നുള്ള നാവികസേന ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. മേയറുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുകയുണ്ടായി. തുടർ തീരുമാനങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.